സ്ഥിരം 30-50 ഇടയ്ക്കാണ് ഇതേ റോഡിലൊക്കെ 60 വരെയൊക്കെ കഷ്ടി പോകാം. ഫസ്റ്റ് പ്രോബ്ലി 30 to 50 റേഞ്ചിലാണ് ഈ റോഡിലൊക്കെ കൂടുതലും വണ്ടി പോകുന്നത്. കാരണം ആരെങ്കിലുമൊക്കെ ഓവർടേക്ക് ചെയ്തും ക്രോസ് ചെയ്തും വട്ടം വെച്ചുമൊക്കെ വരും. 30 to 50 ആണ് ഇവിടുത്തെ ഈ റോഡുകളിലൊക്കെയുള്ള ജനറൽ സ്പീഡ്. 70 വരെ അലൗഡാണ് റോഡിൽ. കർവ്സും ബെൻസും ട്രാഫിക് വെച്ച് നോക്കുമ്പോൾ 70 സേഫ് അല്ല ഈ റോഡിൽ. പിന്നെ അവിടുത്തെ റോഡിലെ ഗട്ടറും എല്ലാം കൂടെ നോക്കുമ്പോൾ 70 സേഫ് അല്ല. 40 to 60 ആണ് സേഫ്. 30 to 60 കിലോമീറ്റർ റേഞ്ചാണ് സേഫ്. കാറാണെങ്കിലും ബൈക്കാണെങ്കിലും. ബൈക്ക് ആണെങ്കിൽ 30 to 60 ആണ് സേഫ്. പക്ഷെ ബൈക്കിന് 50 വരെ അലോഡുള്ളൂ എന്ന് പറഞ്ഞു. ബൈക്കിലെ സ്കൂട്ടറിനുള്ള അഡ്വാൻറ്റേജ് പറഞ്ഞാൽ അതിന് വീതി കുറവായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെട്ടിച്ച് മാറാൻ പറ്റും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായാൽ. PWD റോഡിൽ ഞാൻ കാണുന്ന ഒരു സ്പീഡ് 70 വരെ കാറിൽ ഞാൻ കാണുന്നില്ല. ഓടിക്കാം, പക്ഷെ അത് അത്ര സേഫ് അല്ല. നമ്മുടെ റോഡിൻ്റെ ക്വാളിറ്റി നോക്കി കഴിയുമ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത്. റിവേഴ്സ് ചെയ്യണമെന്നൊക്കെ ഏതെങ്കിലും സൈഡ് റോഡിലേക്ക് കയറ്റി റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ എളുപ്പമുണ്ടായ ഈ മെയിൻ റോഡിലിട്ടുകൊണ്ട് തിരിച്ചുകൊണ്ടിരിക്കണേക്കാല്ലേ. ഇഷ്ടംപോലെ സൈഡ് റോഡുകളുണ്ട്, ഒരു മനുഷ്യരും ഇല്ലാത്ത, ഒരു വണ്ടിയും പോകാത്ത. ഓണടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് റോഡിലേക്ക് വേറെ തന്നെ പുറത്തേക്ക് കയറ്റാൻ പറ്റില്ല.
നിന്ന് ഓണടിക്കണം, ഓണടിച്ചുകൊണ്ടിരുന്നോളൂ. വേറെ ഒരാളുടെ പുറത്തേക്ക് നമുക്ക് കയറ്റാൻ പറ്റുമല്ലോ. റോഡിൽ ഫ്രണ്ടിൽ റോഡിലെ ട്രാഫിക് ഫ്രീ ആയാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങനെയുള്ള ജംഗ്ഷനിലൊക്കെ ഇവര് ലൈറ്റ് വെക്കണം. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, ലൈറ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ലൈറ്റ് ഗ്രീൻ ആകുമ്പോൾ ഇറങ്ങിയാൽ മതി. ആ ഒരു സാധനം ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഇല്ല. എന്നിട്ട് വലിയ വലിയ വർത്താനം ഡയലോഗുകൾ പറയാനായിട്ട് ഇവിടെ ഉള്ള മന്ത്രിമാരും ഇന്ത്യയിലും കേരളത്തിലുള്ള മന്ത്രിമാർ പറയുന്ന ഡയലോഗുകൾ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അമ്പു വേൾഡിൻ്റെ മേളിൽ കൂടെ കയറി പോകുന്നത്. ഒരു സ്ട്രീറ്റ് ജംഗ്ഷനിൽ ട്രാഫിക് ലൈറ്റ് വെച്ചിട്ടില്ല, എന്നിട്ടാണ് വലിയ വർത്താനം പറയുന്നത്. നമ്മുടെ മന്ത്രിമാർ കേരളത്തെ ഉടായിപ്പും ഡയലോഗ് അടിക്കാനായിട്ട് കേന്ദ്രവും കേരളം ഒപ്പത്തിനൊപ്പം ഒട്ടും മോശമല്ല. അത് രണ്ട് കൂട്ടരും ഡയലോഗ് അടിക്കാൻ അങ്ങേയറ്റാണ്. എന്ത് ചെലവ് വരും ട്രാഫിക് ലൈറ്റ് ജംഗ്ഷനിൽ വയ്ക്കാനായിട്ട്? അത് വെക്കൂല. അത് മറ്റേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ജോലിയാണ്, അല്ലെങ്കിൽ മറ്റവരുടെ ജോലിയാണ്, മറ്റേ മുനിസിപ്പാലിറ്റിയുടെ ജോലിയാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയില്ല. ഒരു എണ്ണവും വയ്ക്കാറ്. അത് തദ്ദേശമാണ് ഇങ്ങനെ. എനിക്ക് കാരണം ആക്സിഡന്റ് ഉണ്ടാവുന്ന റോഡിലാണ്. അപ്പോൾ റോഡ് മാനേജ് ചെയ്യുന്നവരാണ് ട്രാഫിക് ലൈറ്റും വെക്കുന്നത്. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജോലിയല്ല. ട്രാഫിക് ലൈറ്റ് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റോഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരുടെ ജോലിയാണ്. ഇത് അമിത ജോലി ഭാരമല്ല, അമിത ജോലി ഭാരം. ഇതിനിതേവരെ ചികിത്സ കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ ടൈപ്പ് 1 ഡയബറ്റീസിനുള്ള മരുന്ന് കണ്ടുപിടിച്ച വാർത്തയുണ്ട്. അങ്ങ് ചൈനയിൽ വൈകാതെ ഇവിടെയും എത്തും കേട്ടോ. ഓരോ തരിപ്പൊന്നും ഇനി ഹോൾസെയിൽ വിലയിൽ. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തോപ്പുംപടി, ആലുവ, പെരുമ്പാവൂർ. എന്റെ ചങ്ങായി, ഇനി എത്ര ചങ്ങായിമാർക്ക് കോടികൾ അടിക്കാൻ പോകുന്നതെന്ന് അറിയോ? നമ്മുടെ കേരള സർക്കാരിന്റെ തിരുവോണം ബമ്പറിൽ 1ാം സമ്മാനം 75 കോടി രൂപ.